നമ്മൾ ഒരു പുതിയ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എക്സാമിനേഷൻസിന് വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ്. സുവോളജിയിലെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ആ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ സെലക്ഷൻസ്. തന്നിരിക്കുന്നതിനകത്ത് ഓഡ് വണ്ണ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് റൈറ്റ് ദ റീസൺ ഫോർ സെലക്ഷൻ, അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡൈമസ്, സെർവിക്കൽ കനാൽ. ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്നത് സെർവിക്കൽ കനാലാണ്. സെർവിക്കൽ കനാൽ. ബാക്കി റെറ്റി ടെസ്റ്റിസും വാസ എഫറൻഷ്യ, എപ്പിഡൈമസ് മെയിൽ അസസറി ഡക്റ്റിന്റെ ഭാഗമാണ്. മെയിൽ അസസറി ഡക്റ്റിന്റെ പാർട്ടാണ് റെറ്റി ടെസ്റ്റിസും വാസ എഫറൻഷ്യയും എപ്പിഡൈഡൈമസും മെയിൽ അസസറി ഡക്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സെർവിക്കൽ കനാൽ ഫീമെയിൽ അസസറി ഡക്റ്റിന്റെ ഭാഗമാണ്. ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റം, ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റത്തിന്റെ ഭാഗം. ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റം. അപ്പം ചേരാത്തത് സെർവിക്കൽ കനാലാണ്. ഇതിലെ ഓഡ് വൺ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സെർവിക്കൽ കനാൽ ഈസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ അസസറി ഡക്ട് സിസ്റ്റം. അസസറി ഡക്ട് സിസ്റ്റം, അസസറി ഡക്ട് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ പാർട്ടിൽ നിന്നും ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട്. സ്പേമിന്റെ കണ്ടക്ഷൻസിന്റെ ഫ്ലോ ചാർട്ട് ചോദിക്കും. അപ്പം നമ്മളത് സെമിനിഫറസ് ട്യൂബ്യൂള്, റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡൈമസ്, വാസ് ഡെഫറൻസ്, അങ്ങനെയുള്ള ആ സ്പേമിന്റെ കണ്ടക്ടിങ് പാത്വേ ഓർ ട്രാൻസ്പോർട്ടും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിനേഷൻസിന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ ലൊക്കേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെറ്റോളി സെൽസ് ഇൻ ഹ്യൂമൻ. സെറ്റോളി സെൽസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും അതിന്റെ ഫങ്ഷൻസും എഴുതണം. സെറ്റോളി സെൽസ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിനെ ഇന്റേണലി ലൈൻഡ് ചെയ്യുന്ന 2 ടൈപ്പ് സെല്ലിലെ ഒരു സെല്ലാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ഇന്റേണലി ലൈൻഡ് ബൈ seminiferous tubule is internally lined ചെയ്യുന്ന സെൽസ് ആണ്. ഇന്റേണലി ലൈൻഡ് ചെയ്യുന്ന സെൽസ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂളിനെ അകവശം ഇന്റേണലി ലൈൻഡ് ചെയ്യുന്ന സെല്ലാണ് സെറ്റോളി സെൽ. സെറ്റോളി സെൽ. ഇത് മാത്രമല്ല, സെറ്റോളി സെല്ലിന്റെ കൂടെ നമ്മൾ പഠിച്ച സ്പെർമാറ്റോഗോണിയ ഓർ മെയിൽ ജേം സെല്ലും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ ലൊക്കേഷൻ ചോദിച്ചിരിക്കുന്നത് എവിടെയാണെന്ന്. അപ്പൊ ലൊക്കേഷൻ എഴുതണം. സെമിനിഫറസ് ട്യൂബ്യൂളീസ് ഇന്റേണലി ലൈൻഡ് സെൽ കോൾഡ് സെറ്റോളി സെൽസ്. ഇനി അതിന്റെ ഫങ്ഷൻസ് എഴുതണം. ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഫങ്ഷൻസ് നമുക്കറിയാം എന്തുവാണെന്ന്. ഗീവ് ഷേപ്പ് ആൻഡ് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേം. ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ആവശ്യമായ ഷേപ്പും നറിഷ്മെന്റും കൊടുക്കുക. ഗീവ് ഷേപ്പ് ആൻഡ് nourishment to the developing sperm. Nourishment to the developing sperm. ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള ഷേപ്പും നറിഷ്മെന്റും കൊടുക്കുക. ഓക്കെ, അതാണ്. അപ്പം അത് അവിടെ 2 ടൈപ്പ് സെല്ലുണ്ട്. അകവശം ലൈൻഡ് ചെയ്യുന്ന സെല്ലാണ് സെറ്റോളി സെല്ല്. അപ്പൊ ഇവിടെ ലൊക്കേഷൻ സെമിനിഫറസ് ട്യൂബ്യൂളിസ് ഇന്റേണലി ലൈൻഡ്. ഫങ്ഷൻസ് ഷേപ്പ്, നറിഷ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൽ അസസറി ഡക്റ്റ് ഓർ അസസറി ഗ്ലാൻസിൽ നിന്നുള്ള ചോദ്യമാണ്. നെയിം ദി മെയിൽ അസസറി ഗ്ലാൻസ് വിച്ച് സെക്രീറ്റ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ സെക്രീറ്റ് ചെയ്യുന്ന അസസറി ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന്. 3 ഗ്ലാൻഡുകളും ഉണ്ട്. സെമിനൽ വിസിക്കിൾസ്, പ്രോസ്ട്രേറ്റ്
ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇവയുടെ കളക്റ്റീവ് സെക്രീഷന് പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ആൻഡ് റൈറ്റ് എനി വൺ കമ്പോണന്റ് ഓഫ് സെമിനൽ പ്ലാസ്മ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ എന്തൊക്കെയാണ്? കാൽസ്യം ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. ഏതെങ്കിലും ഒരു കമ്പോണന്റ് എഴുതിയാൽ മതി. അപ്പം ഫ്രക്ടോസ് ഉണ്ട്, കാൽസ്യം അയോൺ ഉണ്ട്, certain enzyme ഉണ്ട്, ചില എൻസൈമുകളും ഉണ്ട്, certain enzymes ചില എൻസൈംസുകളും ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോണന്റേ ചോദിച്ചിട്ടുള്ളൂ. ഓൺ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഒന്ന് ഫ്രക്ടോസ് എഴുതുക, അല്ലെങ്കിൽ കാൽസ്യം അയോൺ എഴുതുക, അല്ലെങ്കിൽ certain enzyme ഉണ്ടെന്നുള്ളത് എഴുതുക. മനസ്സിലായി? ഏതെങ്കിലും ഒരു കമ്പോണൻസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ ഫിംബ്രിയെ പ്രസന്റ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? ഹ്യൂമൻ ഫീമെയിൽസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഗീവ് ദെയർ ഫങ്ഷൻ, അതിന്റെ ഫങ്ഷൻസ് വേണം. ഫിംബ്രിയെ എന്ന് പറയുന്നത് എവിടെയാ കാണുന്നത്? ഓവിഡക്റ്റിൽ കാണുന്നതാണ്. ഫീമെയിൽസിന്റെ ഫാലോപ്പിയൻ ട്യൂബ് നമ്മൾ പറയും. ഫാലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി കുഴൽ ഓർ ഫാലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റിനെ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പ്രസൻസ് ഓൺ ദി ഓവിഡക്റ്റിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പറയുന്ന പേരാണ് ഫിംബ്രിയെ. ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻ എന്തുവാണെന്ന് ചോദിച്ചാൽ ടു കളക്ട് ഓവം ഡ്യൂറിങ് ഓവിലേഷൻ സമയത്ത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓവം റിലീസ് ചെയ്യും, അതിനെ കളക്ട് ചെയ്യാനാണ്. ഓവിഡക്റ്റിലേക്ക് കളക്ട് ചെയ്യും. ടു കളക്ട് ഓവം ഡ്യൂറിങ് ഓവിലേഷൻ സമയത്ത് റിലീസ് ചെയ്യുന്ന ഓവം കളക്ട് ചെയ്യുകയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ്, ഡ്രോ എ ലേബൽഡ് ഡയഗ്രം ഓഫ് ഓവം ആൻഡ് ലേബൽ ഇറ്റ്സ് 4 പാർട്സ്. നമ്മൾ വരച്ച ശേഷം ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. വരച്ച ശേഷം ലേബിൾഡ് ഡയഗ്രം ഓഫ് ഓവം ആൻഡ് ലേബൽ ഇറ്റ്സ് 4 പാർട്സ്. അതിന്റെ 4 പാർട്സ് ലേബൽ ചെയ്യാനാണ്. അപ്പം സെക്കൻഡറി oocyte ഓവമായി മാറണമെങ്കിൽ അതിനകത്ത് സ്പേം വന്ന് ടച്ച് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഈസ് കംപ്ലീറ്റഡ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ, സ്പേം ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ സെക്കൻഡറി oocyte ഓവമായിട്ട് മാറത്തുള്ളൂ. വെൻ സ്പേം ടച്ചസ് ദി സെക്കൻഡറി oocyte it complete സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോഴേ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോഴാണ് സ്പേം ഓവമായി മാറുന്നത്. അപ്പോൾ ഓവത്തിന്റെ സ്ട്രക്ചർ ഇത് വന്ന് ടച്ച് ചെയ്യുന്നത് സ്പേം ആണെന്നറിയാം. സ്പേം ഏതെങ്കിലും ഇത് ചോദിച്ചിരിക്കുന്നത് ഓവം ആൻഡ് ലേബിളിന്റെ പാർട്ടെന്ന. അപ്പൊ ഇത് ഈ സ്പേം ടച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഓവം ആവൂ. ഈ കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുറത്തുള്ളതാണ് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ കൊറോണ റേഡിയേറ്റ എന്നും പറയാം. ലെയറിന് കൊറോണ റേഡിയേറ്റ എന്ന് പറയും. മൊത്തത്തിലുള്ള ലെയറിന് പറയുന്ന പേര്. അതിനകത്തുള്ള സെല്ലുകളാണ് കൊറോണ റേഡിയേറ്റ. ഇത് സെല്ലുലാർ ലെയർ ആണ്. ഓവത്തിന്റെ സെല്ലുലാർ ലെയറിനെയാണ് നമ്മൾ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്, സെല്ലുലാർ ലെയർ. ഇനി ഈ കാണുന്ന ഈ ലെയർ എന്ന് പറയുന്നത് ഈ ലെയർ എന്ന് പറയുന്നത് സോണാ പെലുസുഡയാണ്. This layer is called സോണാ പെലുസുഡ. സോണാ പെലുസുഡ ലെയർ. സോണാ പെലുസിഡ ലെയർ. ഇത് വിറ്റിലൈൻ മെംബ്രെയിൻ. അകത്ത് കാണുന്ന മെംബ്രെയിൻസിന് പറയുന്ന പേര് വിറ്റിലൈൻ മെംബ്രെയിൻ ആണെന്ന്. വിറ്റിലൈൻ
വിറ്റിലൈൻ മെംബ്രെയിൻ. ഇത് സോണ പെലുസുഡ. അതിൻ്റെ ഇടയിൽ അപ്പോൾ 1, 2, 3, 4 പാർട്ടായി ഇടയിലൊരു സ്ഥലം ഉണ്ട്. അതിനെ നമ്മൾ പെരി വിറ്റിലൈൻ സ്പേസ്, ഇടയിലുള്ള സ്ഥലം, ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേര് പെരി വിറ്റിലൈൻ സ്പേസ് എന്നാണ്. പെരി വിറ്റിലൈൻ സ്പേസ്. പെരി വിറ്റിലൈൻ സ്പേസ്. അപ്പോൾ ആ ഇത്രയും ലെയർ ആഡ് ചെയ്യണം. സ്പേം ഒന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഓവ് ആവുന്നത്. ഏറ്റവും പുറത്ത് കൊറോണ റേഡിയേറ്റ ഓർ സെല്ലുലാർ ലെയർ. അതിനുശേഷം സോണ പെലിസുഡ. നെക്സ്റ്റ് ലെയർ പെരി വിറ്റിലൈൻ സ്പേസ്. ഇടയിലുള്ളത് പെരി വിറ്റിലൈൻ സ്പേസ് ആണ്. അപ്പോൾ അതാണ് ഓവം സ്ട്രക്ചർ. അത് ഓർക്കേണ്ട കാര്യം, സ്പേം ടച്ച് ചെയ്യുമ്പോഴേ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം അത് നമ്മൾ ഓർത്തിരിക്കണം. ഓവം സെക്കൻഡറി യൂസേറ്റ് ഫങ്ഷണൽ ഓവമായി മാറണമെങ്കിൽ സ്പേം വന്ന് ടച്ച് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമിയേഷൻ ആൻഡ് സ്പെർമാറ്റോജെൻസിസ്. അത് എപ്പോഴും എക്സാമിനേഷൻസിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സ്പെർമിയോജെനിസിസും സ്പെർമിയേഷനും. സ്പെർമിയേഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെർമിയോജെനിസിന് ശേഷം സ്പേമിന്റെ ഹെഡ് സെറ്റോളി സെല്ലിൽ എംബഡ് ആവും. സ്പെർമിയേഷൻ സെറ്റോളി സെല്ലിൽ എംബഡ് ആവും. എന്നിട്ട് ഫൈനലി റിലീസ് ചെയ്യും. ആഫ്റ്റർ സ്പെർമിയോജെനിസിന് ശേഷം സ്പേം ഹെഡ് ആർ എംബഡഡ് ഇൻ സെറ്റോളി സെല്ലിനകത്ത് താഴ്ന്നു കിടന്നിട്ട് സ്പേമിന്റെ ഹെഡ് ആൻഡ് ഫൈനലി റിലീസ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യാൻ. ഫൈനലി റിലീസ് ഫ്രം സ്പേം ഈസ് കോൾഡ്. അതിനെ നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഫൈനലി റിലീസ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യും. ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന്. അതായത് ഈ സ്പെർമിയോജെനിസിസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ശേഷം ഈ സ്പേമിന്റെ ഹെഡ് നറിഷ്മെന്റ് കൊടുക്കുന്ന ന്യൂട്രിറ്റീവ് സെല്ലായ സെറ്റോളിയിൽ താഴ്ന്നു കിടന്നിട്ട് അവസാനം സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെർമിയേഷൻ. ഇനി സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേം ഹെഡ് എന്തോ ചെയ്യും? സ്പേം ആയി മാറും. സ്പെർമാറ്റിഡ് ട്രാൻസ്പോർട്ട് ഇൻറ്റു സ്പേം ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് സ്പേം ഉണ്ടാകുന്നതാ. ഫോർമേഷൻ ഓഫ് സ്പേം സ്പെർമാറ്റിഡ് കൺവേർട്ടഡ് ഇൻറ്റു ഫങ്ഷണൽ സ്പേം ആകുന്ന പ്രോസസ്. അതിനെയാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ആദ്യം സ്പെർമാറ്റിഡ് ആവുന്ന, ആ സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറുന്ന, അത് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു ഫങ്ഷണൽ സ്പേം, സ്പെർമിയോജെനിസിസ്. സ്പേം ഉണ്ടാകുന്ന ജെനിസിസ് ഓഫ് സ്പേം എന്ന അത് സ്പെർമിയേഷൻ. ഈ സ്പെർമിയോജെനിസിന് ശേഷം സ്പേം കട്ട് ചെയ്യുന്നത്. അടുത്ത ബി പാർട്ട് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഉണ്ടാകും. സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം ഫോർമേഷൻ എന്ന് പറയുന്ന പേരാണ്. ഫോർമേഷൻ ഓഫ് സ്പേം within the seminiferous tubule of Texas. Within the seminiferous tubule of testes. ടെസ്റ്റസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിലെ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്, ഫോർമേഷൻസ് ഓഫ് സ്പേം, അതിനെയാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഊജെനിസിസ് നമുക്കറിയാം, ഫോർമേഷൻ ഓഫ് ഓവം. ഓവം ഓർ എഗ് ഫോം ചെയ്യുന്ന പ്രോസസ്. ഫോർമേഷൻ ഓഫ് ഓവം ഈസ് കോൾഡ് അതിനെയാണ് ഊജെനിസിസ് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് എഗ് ഈസ് കോൾഡ് ഊജെനിസിസ് എന്ന് പറയും. ഓക്കെ, ഫോർമേഷൻ ഓഫ് എഗ് ഈസ് കോൾഡ് ഊജെനിസിസ്. എഗിന്റെ ഫോർമേഷനെയാണ് ഊജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻസ്, അത് എപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും, തിരിഞ്ഞു പോകരുത്. സ്പെർമിയേഷനും സ്പെർമിയോജെൻസിസ് പേരിൽ തന്നെ ഉണ്ട്. ഫോർമേഷൻ ഓഫ് സ്പെർം ഫ്രം സ്പെർമാറ്റിഡ്, ജെനിസിസ് സ്പെർം എന്നാണ്. സ്പെർമാറ്റോജെൻസിസ് ടെസ്റ്റസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്. ഫോർമേഷൻ ഓഫ് സ്പേം വിതിൻ ദി സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തേക്ക് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം ഉണ്ടാകുന്ന പ്രോസസ്, സെമിനിഫറസ് ട്യൂബ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് diagrammatic sectional view of a seminiferous tubule enlarged is given below. NCERT ടെസ്റ്റിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സെക്ഷൻ എൻലാർജ് ചെയ്തതിന്റെ ഡയഗ്രമാറ്റിക് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. എ, നെയിം ദ പാർട്ട് എ, ബി ആൻഡ് സി. എ, ബി, സി എന്ന് പറഞ്ഞ് 3 പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പേരെഴുതണം. എ എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോഗോണിയയാണ്. സ്പെർമാറ്റോഗോണിയ. എ എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയാണ്. സ്പെർമാറ്റോഗോണിയ, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ജേം സെൽ എന്നും പറയും, മെയിൽ ജേം സെൽ. ബി എന്ന് പറയുന്നത് ആരാണ്? നറിഷ്മെന്റ് കൊടുക്കുന്ന സെല്ലാണ്, സെറ്റോളി സെൽ. സെറ്റോളി സെല്ലാണ് ബി. സെറ്റോളി സെൽ എന്ന് പറയുന്നത് സെറ്റോളി സെല്ലാണ്. സെറ്റോളി, നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽ. സി എന്ന് പറയുന്നത് സ്പേം ഓർ സ്പെർമാറ്റോസോവയാണ്. സി എന്ന് പറയുന്നത് സ്പെർമാറ്റോസോവ ഓർ സ്പേം എന്ന് പറയും. സ്പേം ഓർ സ്പെർമാറ്റോസോവ. സ്പേം ഓർ സ്പെർമാറ്റോസോവ ആണ് സ്പേം. അതാണ് അത്. ഈ ഡയഗ്രം തന്നിട്ട് ഐഡന്റിഫൈ ദ ഫിഗർ എന്ന് ചോദിക്കുമ്പം എഴുതണം ദ ഡയഗ്രം റെപ്രസെന്റ്സ് ദ സെക്ഷണൽ വ്യൂ ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഡയഗ്രം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന്. ഐഡന്റിഫൈ ദ ഡയഗ്രം എന്ന് ചോദിക്കും. ഈ ഡയഗ്രം തന്നിട്ട് എന്നിട്ട് ലേബൽ ദ പാർട്ട് എന്നും പറയും. അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഡയഗ്രം represents the sectional view of the seminiferous tubule enlarged. Name the 2 type of cells lining the seminiferous tubule. Seminiferous tubule ന്റെ അകവശം ലൈൻ ചെയ്യുന്ന സെൽസ് നമ്മൾ മുമ്പേ പറഞ്ഞു. ഒന്ന് സെറ്റോളി സെല്ലാണ്, രണ്ടാമത്തെ സെല്ല് ഈ സ്പെർമാറ്റോഗോണിയ സെല്ലാണ്. സ്പെർമാറ്റോഗോണിയ ആൻഡ് സെറ്റോളി സെല്ലാണ് അകവശം ലൈൻ ചെയ്യുന്ന സെല്ല്. വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് ബി? ബിയുടെ ഫങ്ഷൻസ്, സെറ്റോളി സെല്ല് നറിഷ്മെന്റ് കൊടുക്കും, ഗീവ് നറിഷ്മെന്റ് ആൻഡ് ഷേപ്പും കൊടുക്കും, നറിഷ്മെന്റും കൊടുക്കും ടു ദ ഡെവലപ്പിംഗ് സ്പേം, ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പേമിന്. അതേപോലെ സ്പേമിന്റെ സ്ട്രക്ചറിന്റെ ഡയഗ്രാംസും തന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്പേമിന്റെ സ്ട്രക്ചർ, ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ ഉണ്ട്. അപ്പം മിഡിൽ പീസിനകത്ത് സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. അപ്പം അത് നമ്മൾ എഴുതണം. അതുപോലെ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ അക്രോസോം എന്നാണ് പറയുന്നത്. സ്പേമിന്റെ ടിപ്പിൽ കാണുന്നത് ന്യൂക്ലിയസ്, സ്പേമിന്റെ ഹെഡിനകത്തായിട്ട് ഇരിക്കുന്നത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എൻഡിയോ സ്പേമിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അങ്ങനെ സ്പേമിന്റെ സ്ട്രക്ചർ തന്നിട്ടും ലേബിൾഡ് പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് ഹ്യൂമൻ ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. The uterus is single and it is also called womb. Human female reproductive system. Name the 3 layers of human uterus. Human uterus ന്റെ 3 layers ന്റെ പേര് എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 3 ലെയർ എന്ന് അറിയാം. ഔട്ടർ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം and inner glandular layer is called endometrium. ഇന്റർ കാണുന്നത് endometrium. ആ 3 ലെയറിന്റെ പേരും ചോദിച്ചിട്ട്. നെയിം 3 layers of human uterus. ഔട്ടർ, ഇത് മിഡിൽ, ഇത് ഇന്നർ കാണുന്നതാണ് എൻഡോമെട്രിയം.
endometrium. Middle endometrium. Next, name the layer which exhibit a strong contraction during delivery of the baby. Baby delivery സമയത്ത് മിഡിലിൽ ഇരിക്കുന്ന മയോമെട്രിയത്തിന് കോൺട്രാക്ഷൻ എക്സിബിറ്റ് സ്ട്രോങ് കോൺട്രാക്ഷൻ, സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് സ്ട്രോങ് കോൺട്രാക്ഷൻസിനുള്ള കഴിവുണ്ട്. ആ ലെയറിന്റെ പേര് മയോമെട്രിയം എന്നാണ്. മയോമെട്രിയം. നെക്സ്റ്റ് സി പാർട്ട്, സെർവിക്കൽ കനാൽ along വിത്ത് വെജൈന ഫോം ഡാഷ് കനാൽ. ഈ സെർവിക്കൽ കനാലും വെജൈനയും കൂടെ ചേർന്ന് എന്ത് കനാൽ ഫോം ചെയ്യും? ബർത്ത് കനാലാണ് ഫോം ചെയ്യുന്നത്. ബർത്ത് കനാൽ. അതേപോലെ ഈ പാർട്ടിൽ നിന്നും യൂട്രസിന്റെ ഒരു സെക്ഷണൽ വ്യൂ തന്നിട്ട് പാർട്ട് ലേബൽ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിനകത്ത് യൂട്രസിന്റെ ഔട്ടർ ലെയർ മാർക്ക് ചെയ്യാൻ പറയും, അത് പെരിമെട്രിയം എന്ന് എഴുതണം. നടുക്കുള്ള ലെയർ മാർക്ക് ചെയ്യാൻ പറയും, അത് മയോമെട്രിയം എന്ന് എഴുതണം. ഏറ്റവും ഇന്നർ ലെയർ മാർക്ക് ചെയ്യാൻ പറയും, അതിന് എൻഡോമെട്രിയം എന്ന് എഴുതണം. അതുപോലെ ഏറ്റവും പുറത്തായിട്ട് ഉള്ള വെജൈനയിലെ പാർട്ട് സെർവിക്കൽ കനാൽ. ആരൊക്കെ ചേരുമ്പോഴാണ് ബർത്ത് കനാൽ ഉണ്ടാകുന്നതെന്ന് ചോദിക്കും. സെർവിക്സ് കനാൽ പ്ലസ് വെജൈനയും കൂടെ ചേർന്നാണ് ബർത്ത് കനാൽ ഫോം ചെയ്യുന്നത്. അതേപോലെ ഓവിഡക്റ്റിന്റെ പാർട്ട് ചോദിക്കും. ഓവിഡക്റ്റിന്റെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫണൽ ഷേപ്പ്ഡ് സ്ട്രക്ചറാണ് ഓവിഡക്റ്റ്. 10 മുതൽ 12 സെന്റിമീറ്റർ നീളമുള്ളതാണ്. അതിന്റെ ആന്റീരിയർ പാർട്ടിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഫിംബ്രി എന്ന് പറയും. ആ ഫണൽ ഷേപ്പ്ഡ് പാർട്ടാണ് ഇൻഫെന്റിബുലം. ഇൻഫെന്റിബുലത്തിന്റെ ടിപ്പിൽ നിന്നാണ് ഫിംബ്രി എറൈസ് ചെയ്യുന്നത്, ഇൻഫെന്റിബുലത്തിൽ നിന്ന്. പിന്നെ ഉള്ളത് മിഡിൽ പാർട്ടുണ്ട്. മിഡിൽ പാർട്ടിൽ നമ്മൾ ആംബ്യൂള എന്നാണ് പറയുന്നത്. നടുക്ക് ആംബ്യൂള ഏറ്റവും പോസ്റ്റീരിയർ പാർട്ട് യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇസ്തമസ് റീജിയൻ. ഇനി എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് ചോദിക്കും ഓവിഡക്റ്റിന്. അത് ആംബ്യൂളറി റീജിയനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അങ്ങനെ ഈ പാർട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ 3 ലെയർ ആൻഡ് വിച്ച് ലെയർ അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എൻഡോമെട്രിയമാണ് എഴുതേണ്ടത്. മെൻസ്ട്രൽ സൈക്കിളിന്റെ പീരീഡ്സിൽ സൈക്ലിക് ചേഞ്ച് നടക്കുന്നത് യൂട്രസിലിന്റെ ഏറ്റവും ഇന്നർ ലെയറായ എൻഡോമെട്രിയത്തിനകത്തേക്കാണ്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻസ്, ഗീവ് എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻസ് ഓഫ് oogenesis ഇൻ ഹ്യൂമൻസിനകത്ത് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. ഗീവ് എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻസ് ഓഫ് oogenesis ഇൻ ഹ്യൂമൻ ആൻഡ് മെൻഷൻ ദി നമ്പർ ഓഫ് ക്രോമസോം അറ്റ് ഈച്ച് സ്റ്റേജ്. അതായത് oogenesis എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഓവം ഓവറിക്കകത്ത് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് oogenesis എന്ന് പറയുന്നത്. അതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നിന്റെയും ക്രോമസോം നമ്പർ എഴുതണം. ആൻഡ് നമ്പർ ഓഫ് ക്രോമസോം അറ്റ് ഈച്ച് സ്റ്റേജ്, ഓരോ സ്റ്റേജിലുള്ളതിന്റെ ക്രോമസോം നമ്പർ എഴുതുക. കോറിലേറ്റഡ് ദ ലൈഫ് ഫേസസ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് സ്റ്റേജ് ഓഫ് ദ പ്രോസസ്. ഈ പ്രോസസ്സുമായിട്ടുള്ള സ്റ്റേജും കോറിലേറ്റ് ചെയ്യണം. ഊഗോണിയ എന്ന് പറഞ്ഞാൽ ഓവം മദർ സെല്ലാണ്, അത് ഡിപ്ലോയിഡ് ആണ്, 2n കണ്ടീഷൻ ആണ്. ക്രോമസോം നമ്പർ 46 ആണ്. ക്രോമസോം നമ്പർ 46. ക്രോമസോം നമ്പർ 46. ആ ഊഗോണിയത്തിന് മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ നടക്കും. ഇതെല്ലാം ഫീറ്റൽ ലൈഫിലാണ്. ഒരു അമ്മയുടെ യൂട്രസിൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയം അതിനെ നമ്മൾ ഫീറ്റൽ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഊഗോണിയായും പ്രൈമറി യൂസൈറ്റും, ഈ പ്രൈമറി യൂസൈറ്റും ഡിപ്ലോയിഡ് ആണ്. ക്രോമസോം നമ്പർ 46 ആണ്. ക്രോമസോം നമ്പർ ആണ് 46. ക്രോമസോം നമ്പർ ആണ് 46. ക്രോമസോമിന്റെ നമ്പർ 46. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2n കണ്ടീഷൻ. അടുത്തത് പ്രൈമറി യൂസൈറ്റ്, അതും ഡിപ്ലോയിഡ് ആണ്, 46 ആണ് ക്രോമസോം നമ്പർ. അപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യം മെൻഷൻ ദ നമ്പർ ഓഫ് ക്രോമസോം അറ്റ് ഈച്ച് സ്റ്റേജ് എന്നാണ്. അപ്പോൾ ഓഗോണിയ ക്രോമസോം നമ്പർ 46, അതിന്റെ മൈറ്റോസിസ് ഡിഫറൻഷിയേഷൻ നടത്തി പ്രൈമറി യൂസേറ്റ് ഉണ്ടാവും, അതിന്റെ ക്രോമസോം നമ്പർ 46 ആണ്. ഇനി കോറിലേറ്റ് ദ ലൈഫ് ഫേസ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് സ്റ്റേജസ് ഓഫ് പ്രോസസ്. ഈ പ്രോസസ്സിന്റെ സ്റ്റേജ് ഇൻഡിവിജ്വൽസിൽ ഏത് ലൈഫ് ഫേസിലാണ് കോറിലേറ്റ് ചെയ്യുന്നത്? ഫീറ്റൽ ലൈഫിലാണ് ഇത്രയും കാര്യം നടക്കുന്നത്. ഇനി
കുഞ്ഞ് ജനിച്ച് ബർത്തായി ചൈൽഡ്ഹുഡായി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രൈമറി ഊസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ്, ഫസ്റ്റ് മിയോസിസ് നടക്കും. എന്ന് പറഞ്ഞാൽ ഓവുലേഷന് മുമ്പേ മിയോട്ടിക് ഡിവിഷൻസ് കംപ്ലീറ്റഡ് ആവും. അപ്പം ഈ പ്രൈമറി യൂസൈറ്റിൽ നിന്നും ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാകും. ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡറി യൂസൈറ്റും ഉണ്ടാവും. സെക്കൻഡറി യൂസൈറ്റ് ഹാപ്ലോയിഡ് ആണ്. സെക്കൻഡറി യൂസൈറ്റ് ഹാപ്ലോയിഡ് ആണ്. എൻ സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. എൻ ആണ് സെക്കൻഡറി യൂസൈറ്റിന്റെ ക്രോമസോം നമ്പർ. സെക്കൻഡറി യൂസൈറ്റിന്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആണ്. 23 ആണ് ക്രോമസോം നമ്പർ. ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. അപ്പം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഈ സെക്കൻഡറി യൂസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാകുന്നത്. ആ കുട്ടി ജനിച്ച് ചൈൽഡ്ഹുഡ് കഴിഞ്ഞു സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന പ്യൂബർട്ടി സ്റ്റേജിൽ. ഇനി അത് അഡൽട്ട് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് മാറുന്ന അഡൽട്ട് റീപ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് വരുമ്പോൾ ഈ സെക്കൻഡറി യൂസൈറ്റ് ഫങ്ഷണൽ ഓവമായിട്ട് മാറും. ആ ഓവത്തിന്റെയും ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആണ്. ഓവവും ഹാപ്ലോയിഡ് ആണ്. ഓവത്തിന്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആണ്. 23 ആണ്. ഓവം ഹാപ്ലോയിഡ്. ക്രോമസോം നമ്പർ ഓവത്തിൻ്റെയും ക്രോമസോം നമ്പർ 23 ആണ്. ഹാപ്ലോയിഡ് ആണ്. ഓവവും ഹാപ്ലോയിഡ് ആണ്. ഓവം ഹാപ്ലോയിഡ് 23 ആണ്. ഓവത്തിൻ്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ്. ഓരോന്നായിട്ട് എടുത്തെഴുതണം. ഊഗോണിയ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 46. പ്രൈമറി യൂസൈറ്റ് ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 46. സെക്കൻഡറി യൂസൈറ്റ് ഹാപ്ലോയിഡ് 23. ഓവം ഹാപ്ലോയിഡ് 23. പോളാർ ബോഡികളും ഹാപ്ലോയിഡ് തന്നെയാണ്. അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. പോളാർ ബോഡികൾ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പം അങ്ങനെയുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് സ്പെർമാറ്റോജെൻസിസിനകത്തും ഏതൊക്കെ സെറ്റ് ഹാപ്ലോയിഡ് ആണ്, ഏതൊക്കെ സെറ്റ് ഡിപ്ലോയിഡ് ആണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ അവിടെ ഹാപ്ലോയിഡ് സെറ്റുകൾ സ്പെർമാറ്റിഡ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പേം, ഇത് ഹാപ്ലോയിഡ് ആണ്. സ്പെർമാറ്റോഗോണിയവും പ്രൈമറി സ്പെർമാറ്റോസൈറ്റും ഡിപ്ലോയിഡ് ആണ്. അതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെർമാറ്റോജെനിസിസ്, ഗെമറ്റോജെനിസിസ്, സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെ ആരൊക്കെ ഹാപ്ലോയിഡ് ഉണ്ട്, ആരൊക്കെ സെല്ലുകൾ ഡിപ്ലോയിഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. അതുപോലെ ഫ്ലോ ചാർട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ചോദിക്കാം. പിന്നെ ഏതൊക്കെ സെല്ലുകൾ ഹാപ്ലോയിഡ്, ഏതൊക്കെ സെല്ലുകൾ ഡിപ്ലോയിഡ്, അതുപോലെ സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. സ്പെർമാറ്റോജെനിസിസ് ടെസ്റ്റിസിലാണ് നടക്കുന്നത്, ഊജെനിസിസ് ഓവറിയിലാണ് നടക്കുന്നത്. സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്ത് പ്യൂബർട്ടിയിലാണ് സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഊജെനിസിസ് ഫീറ്റൽ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യും. സ്പെർമാറ്റോജെനിസിസ് സെനിലിറ്റി വരെ ഓർ ഡെത്ത് വരെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഊജെനിസിസ് ലിമിറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ്. അതൊരു 45 to 50 ഏജ് വരെ ഊജെനിസിസ് നടക്കത്തുള്ളൂ. പിന്നെ അത് സ്റ്റോപ്പ് ആവും. അങ്ങനെ ഉള്ള ഡിഫറൻസുകൾ എഴുതാനായിട്ടും കമ്പയർ ചെയ്യാനായിട്ടും സ്ഥിരം ക്വസ്റ്റ്യൻസുകൾ ഉള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ആൻഡ് വേർ ഡസ് സ്പെർമാറ്റോജെനിസിസ് ഒക്കൂർ ഇൻ ഹ്യൂമൻ മെയിൽ? വെൻ എപ്പോൾ, ആൻഡ് വേർ എവിടെയാണ് സ്പെർമാറ്റോജെനിസിസ് ഒക്കൂസ് ഇൻ ഹ്യൂമൻ മെയിൽ? ഹ്യൂമൻ മെയിലിൽ എപ്പോഴാണ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അറ്റ് പ്യൂബർട്ടി ഓർ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത്. ആൻഡ് വേർ ഡസ് എവിടെയാണ് എന്ന് ചോദിക്കുന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരമാണ് സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ്. സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ് സ്പെർമാറ്റോജെനിസിസ് ഒക്കർ ചെയ്യുന്നത്. ബി, ഡ്രോ എ ഡയഗ്രാം ഓഫ് മെച്യൂർ ഹ്യൂമൻ മെയിൽ ഗ്യാമേറ്റ് ലേബലിംഗ് ദി ഫോളോയിങ് പാർട്ട്. മെച്യൂർ ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ലേബൽ ദ പാർട്ടും ലേബൽ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് ലേബൽ ചെയ്യണം. മെച്യൂർ ആയിട്ടുള്ള ഗ്യാമേറ്റ്സിന്റെ ഡയഗ്രമാണ് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്.
മെച്യൂർ ഗ്യാമേറ്റിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെച്യൂർ ഗ്യാമേറ്റിനകത്ത് ആരൊക്കെ വരയ്ക്കാനുണ്ട്? ലേബൽ ദ ഫോളോയിങ് പാർട്ട് ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ക്യാപ്പ് ലൈക്ക് പ്രൊജക്ഷൻ, ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ വരയ്ക്കണം. ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, അക്രോസോം എന്നാണ് പറയുന്നത്. ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിന് നമ്മൾ അക്രോസോം എന്നാണ് പറയുന്നത്. ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ അക്രോസോം, ഇതാണ് അക്രോസോം, ഈ വരയ്ക്കുന്നതാണ് അക്രോസോം. ഇനി ഇവിടെ ന്യൂക്ലിയസ് വരയ്ക്കണം. ഇവിടെയാണ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇത് മിഡിൽ പീസ് ആണ്. ഈ പോർഷൻ മിഡിൽ പീസ് ആണ്. മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. അപ്പം ഇത് അക്രോസോം, ഇത് ന്യൂക്ലിയസ്. ഇവിടെ സ്പൈറലി അറേഞ്ച്ഡ് ഇത് മിഡിൽ പീസ് ആണ്. മിഡിൽ പീസിൽ സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. സ്പൈറലി അറേഞ്ച് ചെയ്തിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇനി അതിനുശേഷം മൈറ്റോകോൺട്രിയയിൽ നിന്ന് ടെയിലുണ്ട്. ടെയിൽ പാർട്ട്, ഇവിടെ നിന്ന് എറേസ് ചെയ്യുന്ന ടെയിൽ പാർട്ടുണ്ട്. മൈറ്റോകോൺട്രിയയിൽ നിന്നും എറേസ് ചെയ്യുന്ന ടെയിൽ പാർട്ട്. ഇതാണ് ടെയിൽ. ഇത് ടെയിലാണ്. This is the tail region. Tail. കോമൺ ആയിട്ട് കളർ ചെയ്തിട്ട് വരയ്ക്കണം. ഹെഡ് ഒരു ചെറിയ ഷോർട്ട് നെക്ക് ഉണ്ട്. ഇവിടെ നെക്കും ചോദിച്ചിട്ടില്ല. ഹെഡിനകത്ത് അക്രോസോം, ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറായ അക്രോസോമിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്രോസോം വേണം, ന്യൂക്ലിയസ് വേണം. ഇത് മിഡിൽ പീസിനകത്ത് സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. ടെയിലുണ്ട്. മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് അക്രോസോം ആൻഡ് മിഡിൽ പീസ്. അക്രോസോമിന്റെയും മിഡിൽ പീസിന്റെയും ഫങ്ഷൻസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അക്രോസോമിന്റെയും മിഡിൽ പീസിന്റെയും ഫങ്ഷൻ. അക്രോസോമിന്റെ ഫങ്ഷൻ എന്തുവാണെന്ന് വെച്ചാൽ അതിനകത്തൊരു ലൈറ്റിക് എൻസൈം ഉണ്ട്. ടു പ്രൊവൈഡ് പെനിട്രേഷൻ ടു ദി എഗ്ഗിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിനകത്ത് ഒരു ലൈറ്റിക് എൻസൈം ഉണ്ട് വിച്ച് പെനിട്രേറ്റ് ദി എഗ്ഗ് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എഗ്ഗിൻ്റെ കൊറോണ റേഡിയേറ്റ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിനകത്ത് എൻസൈം ഉണ്ട്, ലൈറ്റിക് എൻസൈം, ഹയാൽ യൂറിനിഡേസ് എന്ന് പറയുന്ന ലൈറ്റിക് എൻസൈം ഉണ്ട്. അത് പെനിട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. മിഡിൽ പീസിന്റെ ഫംഗ്ഷൻ, മിഡിൽ പീസിനകത്ത് സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ ഉണ്ട്. സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. സ്പൈറലി അറേഞ്ച് ചെയ്ത മൈറ്റോകോൺട്രിയ ഉണ്ട്. സ്പൈറലി അറേഞ്ച് ചെയ്ത മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? വെച്ച് പ്രൊവൈഡ് മൂവ്മെന്റ്സ് ഓഫ് ദി സ്പേമിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യും. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ഇറ്റ് പ്രൊവൈഡ് ദി എനർജി ഫോർ ദി മൂവ്മെന്റ്സ്. എനർജി പ്രൊവൈഡ് ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള എനർജി കൊടുക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിലെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ടുമായിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഇതിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ സൈക്കിള്, പ്രഗ്നൻസി ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫെർട്ടിലൈസേഷൻസ്, പ്ലാസൻറ്റ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പാർച്ചുറേഷൻസ്, ലാക്ടേഷൻസ് എന്നുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.